ദൈവത്തിന് മഹത്വം. ഒരു നിമിഷം ചിന്തിക്കുമോ പ്രിയരെ, 2023 വർഷം അവസാനിക്കുകയും നമ്മൾ ഓരോരുത്തരും 2024 പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. 2023 ആരംഭത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ എല്ലാം നിറവേറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വർഷം വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ? ലാഭനഷ്ട കണക്കുകൾ എടുത്താൽ ഏതായിരിക്കും കൂടുതൽ? ശാന്തമായി ചിന്തിക്കുക. ഓരോ വർഷവും ആരംഭിക്കുന്നത് പുതിയ തീരുമാനങ്ങളോടും പ്രതീക്ഷകളോടും കൂടിയാണ്. പലപ്പോഴും വർഷാവസാനം കണക്കെടുക്കുമ്പോൾ ശൂന്യമായ അവസ്ഥയും 2023 പലരുടെയും ജീവിതം ആകുലതകളും ആശങ്കകളും നിറഞ്ഞതായിരുന്നു. ലോകയുദ്ധത്തിൻ്റെ മുൻമുനയിൽ ആയിരുന്നു. ഉക്രൈനിലെ യുദ്ധവും ഇസ്രായേലിലെ യുദ്ധവും ഒക്കെ നമ്മൾ കണ്ടു. ഒരുവിധം നിലച്ചിരുന്ന കൊറോണ വീണ്ടും തലപൊക്കി തുടങ്ങി. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ധാരാളം അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചിട്ടും നമ്മുടെ ജീവനെ മരണത്തിനേൽപ്പിക്കാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. എന്തിനാണിത്ര കരുതൽ? കർത്താവിനായി ഫലം കായ്ക്കുവാൻ. യേശു നമ്മെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്നു. ലൂക്കോസ് 13 6 മുതൽ 9 വരെ നാം പഠിക്കുക. നാം ഓരോരുത്തരും ക്രിസ്തുവിനു വേണ്ടി ഫലം കാഴ്ചകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഈ 2024 പ്രയോജനപ്പെടുക. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.